second thing is, I would say, is honesty. And you can trust him. You can give him a $1 million to him, and you'll be safe. You don't have to worry about losing a penny. And he's so kind. He's so loving. I mean, that's what Grace Goody was telling me about him. He treats her as his own daughter, and she loves him as her own father. So he's kind and loving, and we all know how much money he gave to his maid. I know something around 30 or 40 lakhs rupees he gave to his housemaid to have a house. So how generous he is. And of course, I would say, there are so many good qualities in him, and he has high moral and ethical values, and they have been married for, I asked him how long. They said 64 years they have been married. We always say, behind the success of all men, there is somebody behind it. That should be the question mark. So she did good job on him, and that's why they are happy today. And I don't know, I don't want to say anything more about it, except that, I think if anybody wants to be aged, it has to be like this. You should be able to enjoy the life, you could walk, you can drive. It reminds me about our former President Radhakrishnan. When he was given a state dinner in White House, he said, it is not how many years you live, but how you live those years. So I think, looking at him, he's happy, healthy, and we want to wish you all the best and many more to come. അടുത്തതായി ഉപ്പാക്കനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കാനായി ഡോക്ടർ തരകനെ ക്ഷണിച്ചോളുന്നു. God bless Papan. പുതിയ മണവാളന്റെ കൂടി തോന്നുന്നില്ലേ? ഒരു പുതിയ മണവാളന്റെ മണവാട്ടിയുടെ തോന്നുന്നില്ലേ? It is never late for him. Okay. പാപ്പനെ പറ്റി ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ എനിക്ക് പാപ്പനെ അറിയാവുന്ന കാര്യങ്ങൾ ഒക്കെ പറയാമോ? നല്ലത് എന്നെക്കാൾ കൂടുതൽ അറിയാവുന്ന പലരും ഉണ്ടായിരിക്കുമ്പോൾ പാപ്പൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വരുന്ന സമയം 1974-ലാണ് വരുന്നത്. അന്നേരം ആദ്യം വെള്ളയമ്പലം ശാസ്ത്രമംഗലം ഭാഗത്തുള്ള ഒരു മിഷണറി വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. വന്നപ്പോൾ തന്നെ പ്രധാന ഉദ്ദേശം ടെന്നീസ് കളിയും ഒക്കെയായിരുന്നു. ക്രമേണ അവിടുന്ന് മാറി ടെന്നീസ് ക്ലബിനടുത്ത ഒരു ഭവനം കണ്ടെത്തുവാനും ഇവിടെ താമസിക്കുവാനൊക്കെയായി. ആ സമയത്ത് പാപ്പൻ നമ്മുടെ കുട്ടിക്കട ജംഗ്ഷനിൽ ഒരു ആക്ടിവിറ്റി തുടങ്ങി. പാപ്പൻ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല, അത് നിങ്ങൾക്ക് എല്ലാവരും പരിചയപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാണ്ട് ഒരു ആക്ടിവിറ്റി, ഒരു ചെറിയ കട, വർക്ക്ഷോപ്പ് അല്ലല്ലോ, എന്താ മോട്ടോർ കാർ സ്പെയർ പാർട്സിൻ്റെ ഒരു കട തുടങ്ങുകയും ചെയ്തു. സ്പെയർ പാർട്സ്. പക്ഷെ ഉപ്പാപ്പൻ അവിടെ വളരെ ചുരുക്കം ഇരിക്കത്തുള്ളൂ. പനച്ചമുട്ടി നെണ്ടാരൻ്റെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ടുള്ള ഞാൻ ഓർക്കുമ്പോൾ. പക്ഷെ മോസ്റ്റ് ടൈം he was spending at tennis club and he was involved in the Rotary Club also. ഞാൻ അറിയാവുന്ന only 25 years. Okay, so he has a good relationship. ഒരു നല്ലൊരു കമ്പനി, സോഷ്യലും സ്പോർട്സിനും എല്ലായിട്ടും ബിസിനസ് വേൾഡിലും അല്ലാതെയും കുടുംബക്കാരല്ലാത്ത ഒരു കമ്പനി ഉപ്പാപ്പൻ എപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ആളുകളുമായിട്ട് ഇടപെടുവാനും ആളുകളുടെ അറ്റൻഷൻ എടുക്കാനും ഉപ്പാപ്പന് സാധിച്ചിട്ടുണ്ട്.
ഞാൻ പാപ്പനെ അറിയുന്നിടത്തോളം എനിക്ക് മനസ്സിലായിട്ടൊരു പ്രധാന കാര്യം ഇതാണ്. He is sincere in everything he says and does everything he wants to do. Okay? So, ആ കാര്യത്തിൽ പാപ്പൻ വളരെ സ്ട്രിക്റ്റ് ആണ്. കൊച്ചമ്മ ചിലപ്പോൾ ഒന്നും എല്ലാത്തിനൊന്നും പറയാൻ നിൽക്കത്തില്ലായിരിക്കും, പക്ഷെ കൊച്ചമ്മ കുറേ പോകും. എന്നുവെച്ചാൽ പാപ്പൻ തന്നിഷ്ടക്കാരനാണെന്നുള്ളതല്ല, വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ വളരെ താല്പര്യമുള്ള വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ ചെയ്യുവാൻ വളരെ താല്പര്യമുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ടെന്നീസ് ക്ലബിനടുത്ത വീട് കഴിഞ്ഞിട്ടാണ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ഒരു വീട് കണ്ടുപിടിക്കുകയും ഞങ്ങൾ 2 പ്രാവശ്യം പോയി കാണുകയും ചെയ്തു. അവിടോട്ട് താമസം മാറി. അത് 1977 77. പാപ്പൻ അവിടെ എന്ന് കയറിയപ്പോൾ ഒരു നല്ല വീടായിരുന്നു. അതിന് ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. അത് ക്രമീകരിക്കാൻ ആവുന്ന ഞങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു കാര്യം, കാറ് താഴെ ഇട്ടിട്ട് നടന്ന മേപ്പോട്ടുകാരൻ അറിയാവുന്നവർക്കെല്ലാം അറിയാമല്ലോ. അതുകൊണ്ട് വേറെ ഒരു റോഡ് സൈഡിൽ കൂടെ എടുത്ത് അതിൻ്റെ വെസ്റ്റേൺ സൈഡിൽ, വീടിൻ്റെ വെസ്റ്റേൺ സൈഡിൽ ഇറങ്ങാനൊക്കെ ആലോചിച്ചു. അപ്പോൾ വീട് മോഡിഫൈ ചെയ്യണം. പാപ്പൻ പലപ്പോഴും ആയിരിക്കും ആ വീട് തൊടാൻ പാപ്പന് ആഗ്രഹമില്ല. അതിൻ്റെ മെറ്റീരിയൽസും എല്ലാം വളരെ പുരാതനവും വളരെ എല്ലാം തേക്കൊണ്ടുള്ളതായിരുന്നു. എല്ലാം തേക്കായിരുന്നു. അതുകൊണ്ട് അത് തൊടാനും പ്രയാസം. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ 1978 ഞങ്ങൾ അല്ലല്ല 78 അല്ലല്ല ഞങ്ങളങ്ങനെ ബോട്സ്വാനയ്ക്ക് പോയി. അപ്പൊ ആദ്യ കുറച്ച് കാലങ്ങളിൽ ഞങ്ങൾ 2 വർഷം കൂടി പോകുന്നു വരും. നേരം പാപ്പൻ്റെ അവിടെ നിന്ന് കയറും. വിവരങ്ങൾ ഇങ്ങനെ അറിയും. അല്ലാതെ ആ കാലത്തെ ഈ ശുണ്ഠിതരങ്ങളും അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒന്നും നല്ല പരിചയമില്ല. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. പക്ഷേ പാപ്പനെ സംബന്ധിച്ചോളം എപ്പോഴും ഓർക്കാനുള്ളത് ഈസ് എ വെരി ആക്റ്റീവ് മാൻ. നമ്മൾ 90s എന്നൊക്കെ പറയുന്നെങ്കിലും ഈസ് വെരി ആക്റ്റീവ് ഇൻ ഹിസ് മൈൻഡ്, ഇൻ ഹിസ് തിങ്കിങ് ആൻഡ് whatever he can do. Very active. മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നതിനും ഒക്കെ ഇപ്പോൾ വളരെ ആക്റ്റീവായിരിക്കുന്ന അച്ഛൻ്റെ നേച്ചറും സ്വഭാവവും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാം നമ്മുടെ വാർദ്ധക്യകാലത്തും കൈവിടാത്ത ഒരു കർത്താവ് ദൈവം നമുക്കുള്ളത്. ആ കരങ്ങളിലാണ് പാപ്പൻ കൊച്ചമ്മ പോയി ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ കരം പാപ്പനോടുകൂടി ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ ശരീരത്തിൻ്റെ ബലഹീനതകൾ വരും. എന്നാലും ആ ബലഹീനതയിൽ, ശരീരത്തിൻ്റെ ബലഹീനതയിൽ സാധാരണ മനുഷ്യർ തളർന്നു പോകുമെങ്കിലും പാപ്പൻ മാനസികമായി തളർന്നിട്ടില്ല. അതാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രധാന സംഗതി. മിക്ക ബലഹീനതകളും വന്നു കഴിഞ്ഞു, അത് മാറിക്കഴിഞ്ഞു. പാപ്പൻ ഈസ് അറ്റ് ഹിസ് brisk, doing things which he likes, okay, and getting on with life. ഇപ്പോഴും പാപ്പൻ്റെ ജീവിത രീതി ആ വിധത്തിലാണ്. അതാണ് പാപ്പനെ നിത്യ യൗവനക്കാരനായിട്ട് വീണ്ടും നിലനിർത്തുന്നത്. He's involved and active in many things he can do. Okay. പലരും വാർദ്ധക്യമായി, ഇൻക്ലൂഡിങ് മീ, വാർദ്ധക്യമാകുമ്പോൾ കൂടി വരട്ടെ ഇരിക്കാമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പാപ്പൻ ഇങ്ങനെയല്ല. He does things, he wanted to do things, whatever he can. പുതിയ ഫ്ലാറ്റിലായിട്ട് 1970 ഇവിടെ മാറിയത് 2012 ഫ്ലാറ്റിലോട്ട് മാറുന്നത്. വീട് കൺസ്ട്രക്ഷനൊക്കെ പറ്റാതെ വന്നപ്പോഴേ ഒരു കമ്പനിക്കാർ വന്ന് ഒരു ഇതൊക്കെ പ്രപ്പോസ് ചെയ്തു. അന്നൊക്കെ ഞാൻ കൂടെ ഉണ്ട്. പ്രപ്പോസ് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. വൺ ഓഫ് ദ കണ്ടീഷൻസ് വാസ് കുഞ്ഞുമോൻ പറഞ്ഞതുപോലെ സഹായത്തിന് നിൽക്കുന്ന സ്ത്രീക്ക്
ഒരു വീടൂടെ കൊടുക്കണമെന്നുള്ളത്. അത് യു എസ് വെരി പർട്ടിക്കുലർ ആൻഡ് ദേ സ്റ്റിൽ ലിവ്. അപ്പോൾ അതുകൂടെ എടുത്ത് നല്ലൊരു ഫ്ലാറ്റ് കെട്ടി അവിടെ താമസിക്കാൻ സൗകര്യമായി. ആ ഫ്ലാറ്റിനുള്ള വേറെ ഗുണമെന്ന് പറഞ്ഞാൽ പാപ്പൻ ഒരു 4:30-5 ആകുമ്പോൾ ഇറങ്ങി വന്ന് അവിടെ ഇരിക്കും. പാപ്പൻ അതിൻ്റെ ഫ്ലാറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഒരു കൊല്ലം പ്രസിഡൻ്റായിരുന്നു. പിന്നീടും എപ്പോഴും താഴെ ഇറങ്ങിയിരിക്കും. എല്ലാവരും പരിചയക്കാരെന്ന് മാത്രമല്ല, എല്ലാവരുമായിട്ടും ആക്റ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഇപ്പോഴും അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ ആരും ഉണ്ടിയെന്നാൽ ആ മുന്നേഴ്സ് അവിടെ തന്നെ ഇടും. ബിക്കോസ് അവർക്കറിയാം പാപ്പൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ട് സോ ദേ സ്റ്റിൽ റെസ്പെക്ട് ഹിം ആൻഡ് ലൈക്ക് ഹിം. So many of those flatmates are good friends of him, even in his old age. അടുത്തതായി ഉപ്പാപ്പിനെ പറ്റി 2 വാക്ക് സംസാരിക്കാൻ ഉപ്പാപ്പിന്റെ ഏറ്റവും ഇളയ സിസ്റ്ററായ മിസ്സസ് സാമണി പരസനെ ക്ഷണിച്ചോളുന്നു. ഇന്നത്തെ ഈ ചെറിയ പ്രോഗ്രാമിൽ സംബന്ധിക്കുവാൻ വന്നു പോയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നമസ്കാരം. ഇനി ഇവിടെ ഒരു വലിയ പ്രസംഗത്തിന് പ്രസക്തിയില്ല. പല പ്രസംഗങ്ങൾ കഴിഞ്ഞു. അത് തനിയുമല്ല, പ്രസംഗിക്കാൻ എനിക്ക് വലിയ പ്രാഗൽഭ്യമൊന്നുമില്ല. ഇന്നലെ രാത്രിയിൽ ഒരു ഫോൺ കോൾ ഗ്രേസിക്കുട്ടിയുടേത് വന്നു. ഈ പ്രോഗ്രാമിൽ പ്രഥമോ 2 വാക്കുകൾ പറയണമെന്നു. സോ എനിക്കൊരു ചുരുങ്ങിയ സമയമേ കിട്ടിയുള്ളൂ. ഇന്ന് എനിക്ക് ഒത്തിരി വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നതൊന്നും ശരിക്കും പ്രിപ്പയർ ചെയ്യാനും സാധിച്ചില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയത് എൻ്റെ ആങ്ങളെപ്പറ്റി പറയാനായതുകൊണ്ട് എനിക്ക് വലിയ വിഷമം ഉണ്ടാകുകയില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി ചില പോയിന്റ്സ് ഞാൻ എഴുതി വെച്ചു. അത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ 2 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നു. ഒന്ന്, 133-ാം സങ്കീർത്തനം 1-ാം വാക്യം, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവും. രണ്ടാമത്തെ കാര്യം, ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ജോബ് യഹോവയാൽ നല്ല സാക്ഷ്യമുള്ള മനുഷ്യനായിരുന്നു, നീതിമാൻ, ദോഷം വിട്ടകലുന്നു, നിഷ്കളങ്കൻ. ജോബ് തൻ്റെ ഭവനത്തിൽ ഇതുപോലെയുള്ള ഒത്തുചേരൽ അല്ലെങ്കിൽ ഗെറ്റ് ടുഗദർ നടത്തുമായിരുന്നു. ഇതുപോലെയുള്ള കൂടിവരവുകൾ വളരെ സന്തോഷമുള്ള അനുഭവമാണ്. വിശ്വാസത്തിൽ ഒരുമിച്ച് വളരുന്നതിനും സൗഹൃദങ്ങൾ പുതുക്കുന്നതിനും ബന്ധങ്ങൾ ദൃഢീകരിക്കുന്നതിനും അനുഭവങ്ങൾ പങ്കിടുന്നതിനും ഇതുപോലെയുള്ള കൂടിവരവ് മുഖാന്തരമാണ്. ചെറിയ കൂട്ടായ്മയിലാണ് ഇതൊക്കെ സാധ്യമാകുന്നത്. വലിയ കൂട്ടായ്മ, ഫോർ എക്സാമ്പിൾ കല്യാണം, ശവസംസ്കാരങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് പരസ്പരം അധികം ഇടപെടുന്നതിനോ കാണുന്നതിനോ സാധിക്കത്തില്ല. എന്നാൽ ഈ ചെറിയ കൂട്ടായ്മയിൽ അതൊക്കെ നമുക്ക് സാധിക്കും. ഇന്നത്തെ ഈ കുടുംബ സംഗമത്തോട് ചേർന്ന് കുഞ്ചിച്ചാട്ടിൻ്റെ 90-ാം ബർത്ത്ഡേയിൽ ഇൻ അഡ്വാൻസായി കുഞ്ഞുമോൻ്റെയും ഗ്രേസിക്കുട്ടിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തുകയാണ്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം അവർക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും ടാലന്റുകൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൂരെ അമേരിക്കയിലാണെങ്കിലും ആണ്ടുതോറും അവർ വന്ന് പ്രിയപ്പെട്ടവരെ കാണുകയും ബന്ധങ്ങൾ പുതുക്കുകയും ചെയ്യുന്നത് അവരുടെ ശീലമാണ്. ഐ ഡു അപ്രീഷിയേറ്റ് ഇറ്റ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും, മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാ നന്മകളും. 11 പേരുണ്ടായി. 4 പേർ നന്നേ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. 7 പേർ വളർന്നു വലുതായി. 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. നന്നേ ചെറുപ്പത്തിൽ തന്നെ നേവിയിൽ ചേർന്ന് ജോലിയും പഠിത്തവും ഒരുമിച്ച് തുടർന്നു. ഞങ്ങളുടെ അച്ചായന്, അതായത് ഫാദറിന്, സർക്കാർ ജോലി ഉണ്ടായിരുന്നു എങ്കിലും 3-4 പേരെ അന്നത്തെ കാലത്ത് ദൂരെയുള്ള കോളേജുകളിലും മറ്റും വിട്ട് പഠിപ്പിക്കുവാൻ നന്നായി പാടുപെട്ടിരിക്കണം. എന്നാൽ 3-4 സഹോദരന്മാരും ഇളയവരുടെ വിദ്യാഭ്യാസത്തിലും വിവാഹത്തിലും
ചായനെ വേണ്ട വീട്ടിൽ സഹായിച്ചു. അതുകൂടാതെ കുഞ്ചിന് ചാച്ചൻ കുടുംബാംഗങ്ങളായ പലർക്കും വിദ്യാഭ്യാസ സഹായങ്ങൾ ചെയ്തു കൊടുത്തതായി എനിക്കറിയാം. ആവശ്യങ്ങളിൽ ഇരിക്കുന്നവർക്ക് സഹായത്തിൻ്റെ ഹസ്തം ആരും അറിയാതെ നീട്ടുമായിരുന്നു. അങ്ങനെ ഒരു നല്ല മകൻ, സഹോദരൻ, ഭർത്താവ് എന്നീ നിലകളിലെല്ലാം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്ന് സന്തോഷത്തോടുകൂടി പറയാം. നല്ലൊരു ടെന്നീസ് കളിക്കാരനായിരുന്നുകൊണ്ടായിരിക്കാം രണ്ട് കാലിൻ്റെ മുട്ടുകൾക്ക് തേയ്മാനം സംഭവിച്ചതിൻ്റെ പ്രയാസം ഉണ്ട്. നല്ല അടുക്കും ചിട്ടയും വെടിപ്പും വൃത്തിയുമുള്ള ആളാണ്. പണ്ട് ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ അവധിക്ക് വരുമ്പോൾ വീട് വൃത്തിയായി കഴുകി തുടയ്ക്കുന്നതിനും ഫർണിച്ചറെല്ലാം പോളിഷ് ചെയ്യാൻ സഹായിക്കുന്നതിനും ഞങ്ങളെ നിർബന്ധിക്കുമായിരുന്നു. ഒരു പുരുഷായുസിൽ നേടാവുന്നതെല്ലാം ദൈവകൃപയാൽ കുഞ്ചിന് ചേട്ടൻ നേടി. ഇന്നിപ്പോൾ വാർദ്ധക്യത്തിൻ്റെ ക്ഷീണാവസ്ഥയിൽ എങ്കിലും ഇത്രത്തോളം ആരോഗ്യം ദൈവം തന്നു എന്നോർത്ത് ദൈവത്തിന് നന്ദി പറയാം. വാർദ്ധക്യം മനുഷ്യജീവിതത്തിൻ്റെ അവസാനത്തെ അനിവാര്യ ഘട്ടമാണല്ലോ. ഇനിയും എന്താണ് ചെയ്യാനുള്ളത്? വാർദ്ധക്യത്തെ അതിൻ്റെ എല്ലാ പരിമിതികളോടും ബലഹീനതകളോടും അക്സെപ്റ്റ് ചെയ്യുക. അർത്ഥപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിച്ചതിൽ സംതൃപ്തനാവുക. പുറകോട്ട് തിരിഞ്ഞ് ദൈവം നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. എപ്പോഴും സന്തോഷിക്കുക. അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഭക്ഷണം, മരുന്ന് മുതലായ കാര്യങ്ങളിൽ വിദഗ്ധം പാലിക്കുക. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ക്ഷീണാവസ്ഥയിൽ താങ്ങും തണലും ഇണയും തുണയുമായി രാജമക്കൊച്ചമ്മയും സാവിത്രിയും കുടുംബവും ഏത് സമയത്തും സദാ സന്നദ്ധരായി എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളത് എത്ര ആശ്വാസകരമായ കാര്യം. മറ്റാർക്കും കിട്ടാത്ത അസുലഭമായ ഭാഗ്യം. പോരെങ്കിൽ ഉറ്റവരും ഉടയവരുമായി ഞങ്ങൾ ധാരാളം പേർ അടുത്തു തന്നെയുണ്ട്. എല്ലാത്തിലും ഉപരിയായി മിഖാപ്രവാചകൻ പറഞ്ഞ 3 കാര്യങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക. ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരനായിരിക്കുക, ദൈവത്തിന്റെ മുൻപിൽ വിനയമുള്ളവനായി. ഇനിയും ആർക്കെങ്കിലും പാപ്പനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ സമയം ഉപയോഗിക്കാം. Esteemed elders, I greet you all in the name of Lord Jesus Christ. P.A. George, we affectionately call him Papa. He is celebrating his 90th birthday. We are thankful and grateful to God. I don't know how many of us will be able to celebrate 90th birthday. Only very few. He is one among them. Now, I don't know much about Papan, but when I talk to him, he's a very serious manager. He can do things timelessly, aptly, correctly. He talks to you in such a way that he is a manager. He is the manager of everything. So I used to wonder why he is talking like that. Maybe he was a manager. Now, another thing is, he is a very good sportsman. He plays tennis. He has been playing almost 30 years. Am I correct? 30 years he has been playing. One of the reasons why he came down to Trivandrum is because of his tennis affection. That is why he came to Trivandrum area. And he is a member of tennis club, Trivandrum Tennis Club. So, then another important thing which I noted in him is he wants perfection in all his things. He spent a lot of money on his car 2 years ago, buying new tires, repairing the car, whereas he has never driven the car afterwards. That is his attitude towards things. He wants everything perfect. Now, another thing which I noted,
my talk is an uncut talk. So some people may be offended, especially my wife may be offended. He is ready to extend his muscle to different fields, financially, physically. My marriage happened to be one among those things because he helped the father of my wife financially. I'm not ashamed to tell that. So he is such a person. He is ready to help financially anybody. So that is why I said my wife may not like it. But I came to know after the marriage, he's that type of person. Physical health, Gracie Kuti has told you. Anybody, anywhere, anything, he can help. He can take care of your flat, take care of your house. He is ready to pick you up from the airport, anything, he can do it. He is such a nice person. So I'm happy to be here, really happy to be here. Not only that, he is a very wealthy man, I must tell that. But his